മലപ്പുറം വാഴക്കാട് 17 വയസ്സുള്ള പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം. മരണം ആത്മഹത്യയാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും പെൺകുട്ടിയുടെ സഹോദരി 24നോട് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 19-നാണ് കരാട്ടെ അധ്യാപകൻ പീഡിപ്പിച്ചതിൽ പരാതി ഉന്നയിച്ച് പെൺകുട്ടിയെ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഈ അധ്യാപകനെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ കാപ്പയും ചുമത്തിയിരുന്നു. +1 വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിൽ കേസന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനെതിരെ രംഗത്തുവരികയാണ് കുടുംബം. മരണം കൊലപാതകമാണെന്ന് വിശ്വസിക്കാൻ കുടുംബത്തിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. മുട്ടുങ്ങൽക്കടവിൽ ആ സമയമുണ്ടായിരുന്നത് മുട്ടിനു താഴെ വെള്ളം മാത്രം. മൃതദേഹത്തിൽ മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. പെൺകുട്ടിയുടെ ഫോൺ പോലും പരിശോധിച്ചില്ല. ശരീരത്തിൽ മുറിവുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 11 മാസമായി നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് സഹോദരി. ഈ അന്വേഷണത്തിൽ ഞങ്ങൾ ഒട്ടും തൃപ്തികരമല്ല. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് ഈ വിഷയത്തിലൊരു CBI അന്വേഷണം ആവശ്യമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മരണത്തിൽ CBI അന്വേഷണം ശുപാർശ ചെയ്ത് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. ലോക്കൽ പോലീസിന്റെ കണ്ടെത്തലുകളിൽ വൈരുദ്ധ്യമുണ്ടെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടികൾ ഉണ്ടായില്ല. പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ പോക്സോ വകുപ്പ് ചുമത്തി കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിയെ അറസ്റ്റ് ചെയ്തിരുന്നു. നിരവധി കുട്ടികൾ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് ഇയാൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തിയിട്ടുണ്ട്. CBI അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. വിപിൻ C. വിജയൻ, 24 മലപ്പുറം.